ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ആ സമാധാനത്തിന് തല്ലിക്കെടുത്തുന്ന ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുക പല കാര്യങ്ങളിൽ നിന്നും, ഓവറായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണിക്കുക, ഓവർ തിങ്ക് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ്സും സമാധാനവും ഒക്കെ കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ഫുൾഫിൽമെന്റ് തോന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ട്, ഒരു കോൺസെപ്റ്റാണ്. അതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ശ്രീബുദ്ധനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും, ആശയാണ് എല്ലാ ദുഃഖത്തിനും പ്രധാന കാരണം, ആശ ഒഴിവാക്കിയാൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാവുന്നൊക്കെ. ആക്ച്വലി ഈ ഡിറ്റാച്ച്മെന്റും ഓൾമോസ്റ്റ് ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. എന്താണ് ഡിറ്റാച്ച്മെന്റ്, എങ്ങനെയാണ് നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ദിസ് ഇസ് മീ വരുൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് ഒരു നെഗറ്റിവിറ്റി ഫീൽ ആണ് അല്ലേ? നമ്മൾ ആൾക്കാരിൽ നിന്നൊരു ഗ്യാപ്പ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇടുന്നു, ആരോടും മിണ്ടാതെ ഒറ്റപ്പെട്ടൊരു ജീവിതം, അതൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഡിറ്റാച്ച്മെന്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ? ആക്ച്വലി അതല്ല ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നോൺ അറ്റാച്ച്മെന്റ് ആണ്. ഒരുപാട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക, അത്രേ ഉള്ളൂ. ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ 2 പോയിന്റ്സ് നമുക്ക് സംസാരിക്കണം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും 2 ഫേസ് ഉണ്ട്. ഒന്ന് ഫുള്ളി കൺട്രോൾ ഉള്ളൊരു ഫേസും, അതായത് നമുക്ക് കൺട്രോൾ ഉള്ളൊരു ഫേസും, നമുക്ക് കൺട്രോളേ ഇല്ലാത്തൊരു ഫേസും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമിന് പോവാണെന്ന് നിങ്ങളെന്ന് വെച്ചോ, ആ എക്സാമിന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ളൊരു സമയമുണ്ട്. കംപ്ലീറ്റ് നിങ്ങളുടെ കൺട്രോളിലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതും എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ കൺട്രോളിലുള്ള ആ ഒരു ഫേസിൽ മാത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടോ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തിട്ടോ യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ ഔട്ട്കമുമായിട്ട് നമ്മൾ ഒരുപാട് കണക്ട് ആവാതിരിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കും, അയ്യോ ഇതങ്ങനെയായി, ഞാനിക്കത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടങ്ങ് അർമാദിക്കും. അതേസമയം ഫെയിലിയർ ആണെങ്കിലോ അത് ആലോചിച്ചങ്ങ് വിഷമിച്ച് വേറെ ഒരു കാര്യം ചെയ്യാതിരിക്കും. ആക്ച്വലി ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അഗെയിൻ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കയ്യിൽ കൺട്രോൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെയ്ത ആക്ഷൻ്റെ റിസൾട്ടാണ് നമുക്ക് ഔട്ട്കം ആയിട്ട് വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഔട്ട്കം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് നമ്മൾ വിടുന്നു. ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഇന്റർവ്യൂ, ഇപ്പോൾ ഈ മോഹൻലാലിനെ പോലത്തെ ആൾക്കാരുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവരൊരിക്കലും സക്സസിന്റെ പിറകെയോ ഫെയിലിയറിന്റെ പിറകെയോ ഒന്നുമല്ല. അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവർക്ക് കൺട്രോൾ ഉള്ള സമയത്ത് എത്ര പെർഫെക്റ്റ് ആയിട്ട്, എത്ര അടിപൊളിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതാണ് അവർ ചെയ്യുന്നത്. അടുത്തതായിട്ട്, എങ്ങനെയാണ് ഈ ഡിറ്റാച്ച്മെന്റ് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഡിറ്റാച്ച്മെന്റ് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളൊരു കാര്യമല്ല. നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒട്ടും ബയസ്ഡ് ആവാതെ, ഒരു സൈഡും പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുക, എന്താണ് അതിൻ്റെ ഒരു കാര്യം, അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു മൂഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ചിന്ത, ഇമോഷനെ പറ്റി നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്ത് ഒട്ടും ബയസ്ഡ് അല്ലാതെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റിക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾക്കൊരു മനസ്സമാധാനം തരും, ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ബൗണ്ടറി എന്ന് പറയുന്ന കാര്യം നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. ആക്ച്വലി ബൗണ്ടറിനെ പറ്റി കുറേ പറയാനുണ്ട്, അതിന് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് നമുക്ക് ചെയ്യാം. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുകയാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ആ ഒരു ഫ്രീഡം കിട്ടുകയാണ്. ഇത് നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുള്ളൂ. ഒരിക്കലും നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് എനിക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നത് ഇത്ര വരെയാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു ഇൻവിസിബിൾ ലൈനാണ് ആക്ച്വലി. പക്ഷെ അത് ഈ രണ്ടുപേരും മനസ്സിലാക്കുമ്പോൾ നമുക്ക് 2 പേർക്കും കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അത് അഗെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സമാധാനം, സന്തോഷം ഒക്കെയാണ്. ബേസിക്കലി ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റ് നമുക്ക് തരുന്നത് ഫ്രീഡവും മനസമാധാനവും ഒക്കെ തന്നെയാണ്. ഒട്ടും സ്ട്രെസ് ഇല്ലാതെ കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. കാരണം ഈ ലോകത്തിലെ ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ടെമ്പററി ആണ്. അതുകൊണ്ട് നമ്മൾ അതിനോട് കാണിക്കേണ്ട അറ്റാച്ച്മെന്റും ആ ഒരു ലെവലിലായിരിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റ് തിയറി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ റിയൽ വേൾഡിൽ സിനാരിയോസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഇതുപോലത്തെ ടോപ്പിക്സുമായിട്ട് ഞാൻ ഇനിയും വരാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.